പറവൂർ കണ്ണംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഉപദേശക സമിതി അംഗം പറവൂർ കെ സോമൻ ന്യൂസ് 1 ചാനലിനോട്. എൻ്റെ പേര് കെ സോമൻ, ഒരു പൊതുപ്രവർത്തനാണ്. അതിലുപരി കണ്ണംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉപദേശ സംഘമായി പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ് ഞാൻ. പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കണ്ണംകുളങ്ങര കൃഷ്ണഭഗവാന്റെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഈ ജനുവരി 31 ഉത്സവം കൊടിയേറുന്നത്. ഇന്ന് കൊടിയേറുകയാണ്. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഉപദേശ അംഗങ്ങൾക്ക് ദേവസ്വം ബോർഡ് അംഗീകാരം കൊടുക്കുന്നത് 18-ാം തീയതിയാണ്. 1/1/2024 തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും നോട്ടീസ് അടിച്ച് കൂപ്പൺ വിതരണം നടത്തുവാനുള്ള ഉത്സവവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് തുക കണ്ടെത്തേണ്ടത് നല്ലൊരു ഭാരി ചെലവ് വരുന്ന ഒരു ഉത്സവമാണ്. 10 ലക്ഷത്തിലേറെ മുകളിൽ വരുന്നുണ്ട്. ഇപ്പോൾ ആ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്താൻ അംഗീകാരം നൽകുന്നത് വെറും 13 ദിവസമുള്ളപ്പോഴാണ്. ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ 1 നമ്പർ സ്ഥാനത്തു നിന്നും ക്ഷേത്രം ഇന്ന് എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാം. ഉത്സവാഘോഷ പരിപാടികൾ വരുന്ന മാറ്റങ്ങൾക്ക് പ്രധാനമായി ആരാണത് പങ്കുവഹിച്ചിട്ടുള്ളത്? ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുള്ള അനാസ്ഥയാണത്. 2 മാസം മുമ്പ് തന്നെ ഉത്സവാഘോഷ കമ്മിറ്റി ഉത്സവത്തിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ വന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു. നിസ്സാര ദിവസം കൊണ്ടാണ് ഉത്സവം നടത്തേണ്ടത്. 7 ആന ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്നിപ്പോൾ ഉത്സവവുമായി ബന്ധപ്പെട്ട് 3 ആനയുടെ കുറഞ്ഞു വരികയാണ്. അതിന് സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ്. അതിലുപരി തന്നെ ഭക്തജനങ്ങളുടെ ആവശ്യമാണ് നല്ലൊരു കുളം. നമ്മൾ പറവൂർ താലൂക്കിലെ വിവിധ കുളങ്ങൾ ശുചീകരിക്കപ്പെട്ടപ്പോൾ പറവൂർ കണ്ണംകുളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളം ഇന്ന് ശുചീകരിക്കപ്പെടാതെ ശോചനീയമായ അവസ്ഥ കിടക്കുന്നു. കുളിച്ചു തൊഴാൻ പറ്റാത്തൊരവസ്ഥയാണ് ജനങ്ങൾക്കുള്ളത്. ചെളിയും അഴുക്കളും നിറഞ്ഞു കിടക്കുന്ന ഈ കുളം ശുചീകരിക്കാനുള്ള നടപടികൾ ദേവസ്വം ബോർഡ് ഭാഗത്തുണ്ടായിട്ടില്ല. മറ്റൊരു വിഷയം നമുക്ക് പറയാനുള്ളത്, നമ്മുടെ കണ്ണംകുളങ്ങരയിലുള്ള കൊട്ടാരം പുരാവസ്ഥ സംരക്ഷിക്കപ്പെട്ട കൊട്ടാരം ഇന്നും അനാദിനപ്പെട്ട് നശിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് പുനരുദ്ധാരണപ്പെടുത്തേണ്ട പ്രവർത്തനത്തിൽ യാതൊരു നടപടികളും ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നില്ല. ഇവിടെ വരുന്ന വരുമാനങ്ങൾ ദേവസ്വം ബോർഡ് കൊണ്ടുപോകുമ്പോൾ, ഇതിൻ്റെ കൊല്ലങ്ങളിൽ കിട്ടുന്ന വരുമാനം കൊണ്ടുപോകുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടത്തേണ്ട നടപടികളുമായി ദേവസ്വം ബോർഡ് മെമ്പർമാരോ അല്ലെങ്കിൽ പ്രസിഡന്റുമാരോ തയ്യാറെടുക്കേണ്ടതുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അവർ വന്ന് യാതൊരുവിധ നല്ല നിലപാടും ഉണ്ടാകുന്നില്ല. ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. കാരണം ഈ പുരാവസ്ഥ സംരക്ഷിക്കേണ്ട കൊട്ടാരം സംരക്ഷിക്കേണ്ടതും അതിൽ ഈ കുളം സംരക്ഷിക്കേണ്ടതും ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ആവശ്യമാണ്. ആ ആവശ്യമായി മുന്നിൽ കണ്ടുകൊണ്ട് ഇനി വരും കാലങ്ങളിൽ ഭക്തജനങ്ങൾ ദേവസ്വം ബോർഡിനെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടാക്കേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ ക്ഷേത്രം താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വരുന്ന നിരവധി വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ വിഷയങ്ങൾ ശാശ്വത പരിഹാരം കാണേണ്ടതും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കണ്ണംകുളം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഉത്സവം ക്ഷേത്രത്തിന് മൂടി പിടിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പം നിങ്ങൾ പരിശോധിക്കാം, ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്ന ക്രിയകൾ നേരത്തെ പരിശോധിക്കാവുന്നതാണ്. പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഉത്സവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പല വീഴ്ചകളും നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. അതിന് പരിഹാരം കാണേണ്ടതുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുള്ള കണ്ണംകുളം സ്വാമി ക്ഷേത്രത്തോടുള്ള അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വരും കൊല്ലങ്ങളിൽ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് 2 മാസം മുമ്പ് തന്നെ അവർക്ക് വേണ്ട നടപടി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.